ഇന്നത്തെ വീഡിയോ നമ്മൾ പീറ്റർ പാൻ കോളർ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് പോലും ഇത് ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതായത് നമ്മൾ മാക്സി ഗൗൺ, ഫ്രോക്ക്, കുർത്തീസ് അതിനെല്ലാം നമ്മൾ ഈ ഒരു പീറ്റർ പാൻ കോളർ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളി ലുക്ക് തരും. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടുനോക്കുക കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും. ഫ്രോക്കിൽ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഈ കോളറിന്റെ മെഷർമെന്റ് എടുത്ത് മാർക്കിങ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് ഈ വീഡിയോ കണ്ടു നോക്കുക. കുറച്ച് ലോങ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വീഡിയോന്റെ ലാസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഈ ഒരു ഫ്രോക്കിന്റെ സെൻട്രൽ പോർഷൻ ഇതുപോലെ ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കുക. നിങ്ങളെ ട്രിക്സ് ഞാൻ പറയുന്നതാണ്. അയൺ ചെയ്തിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൂചി വെച്ചിട്ട് പിൻ ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു പാറ്റേൺ പേപ്പർ ഇതുപോലെ എടുക്കുക. അതായത് ഞാനിത് ലൈനിങ്ങിൽ നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്തിട്ട് തന്നെയാണ് പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ടായത്. അതിന് നമ്മൾ മാർക്കിങ് കൊടുത്തിട്ടുണ്ടായത് 5 ഇഞ്ച് വീതിയും 9 ഇഞ്ച് ലെങ്ത്തും ആയിട്ടുള്ള ഒരു കോളറാണ് ഞാൻ ഒരു പേപ്പറാണ് എടുത്തിട്ടുണ്ടായത്. ഇതിന്റെ നെക്ക് പോർഷനെ നമ്മൾ എങ്ങനെയാ ട്രേസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ടായിട്ടില്ല, അതിന്റെ ഫോൾഡഡ് സൈഡിലാണ് നമ്മൾ നെക്ക് പോർഷന്റെ ഫ്രണ്ട് ഭാഗം വരേണ്ടത്. അതായത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഈ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്താലും മതി കേട്ടോ. അത് ഈ ഫോൾഡഡ് ഭാഗത്തിന്റെ സെയിം കറക്റ്റ് ക്യാൻവാസിന്റെ ഫോൾഡഡ് ഭാഗവും ബോഡി പാർട്ടിന്റെ ഫ്രണ്ട് പോർഷനും ഒരുപോലെ വരുന്ന രീതിയിലാണ് നമ്മളിത് പിൻ ചെയ്തിട്ട് വെക്കേണ്ടത്. ഞാനിപ്പോൾ പിന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അയൺ ചെയ്തുകൊണ്ട് എനിക്കത് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത് കൊണ്ട് പിന്നൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും പിൻ ചെയ്തിട്ട് മാർക്കിങ് ചെയ്താലും മതി കേട്ടോ. എന്നിട്ടാകുമ്പോൾ നമ്മൾ ബാക്ക് പോർഷനിൽ നമ്മൾക്ക് ഏത് രീതിയിലാണോ ആ സൈഡിൽ കിട്ടുന്നത് അതൊരു ക്രോസ് ലെവലിലാണ് നമുക്കത് വരുത്ത്. അതേപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഈ ഒരു നെക്ക് പോർഷൻ മാത്രം ഇതേപോലെ ഒന്ന് മാർക്കിങ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് അത് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കോളറിന്റെ വീതി എത്രയാണോ വരുന്നത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിക്ക് നമ്മൾ ഈ ഷോൾഡറിന്റെ ലെങ്ത് എത്രയാണോ നോക്കുന്നത് അതിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ലെസ് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡറിന്റെ വീതി, അതായത് കോളറിന്റെ വീതി മാർക്കിങ് ചെയ്യുക. ഞാനിപ്പം 2 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായത്. അപ്പം നമ്മൾ 2 ഇഞ്ച് എടുക്കുമ്പോൾ ആ ക്യാൻവാസിന്റെ മേളിലെ കൂടിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുന്ന് ഒരു 1/4 ഇഞ്ച്, ഇപ്പുറത്തുനിന്ന് ഒരു 1/4 ഇഞ്ച്, അങ്ങനെ മൊത്തത്തിൽ 1/2 ഇഞ്ച് പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് 2 ഇഞ്ച് എടുത്തിട്ടുണ്ടായത് കേട്ടോ. അപ്പം 2 ഇഞ്ചായിട്ട് ഇതേപോലെ മാർക്കിങ് ചെയ്തതിന് ശേഷം നമ്മൾ സെൻട്രൽ ഭാഗത്ത് 1 ഇഞ്ച് മാർക്കിങ് ഇതേപോലെ കൊടുത്തതിന് ശേഷം നമ്മൾ അതിനൊരു കേർവ് ഷേപ്പിലൊന്ന് മാർക്കിങ് ചെയ്യുക. അതാണ് പീറ്റർ പാൻ കോളറിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. അതായത് ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് വീതി കൂടിയിട്ടാണ് ഉണ്ടാവുക. എന്നിട്ടാകുമ്പോൾ മാർക്ക് ചെയ്ത ഈ ഒരു നെക്ക് റൗണ്ടും നമ്മൾ ആക്ച്വലി ഫ്രോക്കിൽ വരുന്ന ആ ഒരു നെക്ക് റൗണ്ട്, അതായത് നമ്മൾ 2 ഫോൾഡ് ചെയ്തതിനു ശേഷം സെൻട്രൽ ഭാഗത്ത് കറക്റ്റ് ഇതേപോലെ എത്രയുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയ ശേഷം നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഇവിടെ കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ടുണ്ടായിന്, അത് നമ്മൾ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എത്രയാണോ കുറഞ്ഞിട്ടുണ്ടായത് അത് ഇതേപോലെ ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആക്ച്വൽ നെക്കിന്റെ റൗണ്ട് എത്രയാണോ അത് കറക്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കട്ടിങ് ചെയ്താലും മതി കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു മാർക്കിങ്ങിലേക്കൂടെ നമ്മളെ എല്ലാ ഭാഗങ്ങളും ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. ഫ്രണ്ട് പോർഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ മാർക്കിങ്ങിന്റെ ലെവലിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2 പീസായിട്ടാണ് കിട്ടാറുള്ളത് പൊതുവേ. പക്ഷെ ഞാനിത് ഒരു പീസായിട്ടാണ് എടുത്തിട്ടുണ്ടായത്. അതായത് സെൻട്രൽ ഭാഗത്ത് ഞാൻ ഫുൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. മിക്കവാറും ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഒരു പീസ് മാത്രം എടുത്തിട്ടാണ് ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്ത പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് നെക്ക് പോർഷനിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡറിനെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ എന്ന് നോക്കി മതി കേട്ടോ. അതിൻ്റെ അപ്പുറം കുറച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് ബോറായിട്ട് നിൽക്കും. നമ്മൾ ആ ഒരു എന്താ പറയുക, എൻ്റെ ഫ്രോക്കിന് കുറച്ച് പ്ലീറ്റും കാര്യങ്ങളെല്ലാം സ്ലീവ് ഉണ്ടായതുകൊണ്ട് ഞാനത് നല്ലോണം നോട്ട് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ മെയിൻ പേപ്പറിലേക്ക്, അതായത് മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, കട്ട് ചെയ്തിട്ട് വെച്ച് ആ ഒരു പാറ്റേൺ ഇതേപോലെ മെയിൻ ക്ലോത്തിന്റെ മുകളിലേക്ക് വെച്ചെടുക്കുക. അതിന്റെ അടിയിൽ നമ്മൾ ഇത് തിരിച്ചിടാൻ വേണ്ടിക്ക്, അതായത് കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിടൂലേ, അതിന് വേണ്ടിക്ക് ഒരു കോട്ടൺ ക്ലോത്തും അതിന്റെ താഴെ ഭാഗത്ത് വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. ഈ ഒരു പാറ്റേൺ പേപ്പർ, അതായത് നമ്മളെ ക്യാൻവാസ് മെയിൻ ക്ലോത്തിന്റെ മേളിൽ ആദ്യം വെക്കുക. അതിന്റെ അടിയിൽ നമ്മൾ കോട്ടൺ ലൈനിങ് അതും വെച്ചതിന് ശേഷം
വെച്ചിട്ട് എന്താ പറയുക നമ്മൾ പിൻ ചെയ്തിട്ട് മൊത്തത്തിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. ഇതിൻ്റെ ലൈനിങ് പോർഷൻ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കണ്ട. അത് നമ്മൾ വേറൊരു ഫ്രോക്കിന് മെഷർമെൻറ്റ് മാറിപ്പോയപ്പം ആ ഒരു ലൈനിങ് ഇതുമായിട്ട് മാച്ച് ആയപ്പോൾ ആ ഒരു പീസ് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ക്ലോത്തും കാര്യങ്ങളും മൊത്തത്തിലൊന്നും വേസ്റ്റ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഏകദേശം നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള ക്ലോത്ത് നമ്മൾ എന്താ പറയുക ചെറിയ പീസെങ്കിലും എടുത്തു വെക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഫ്രോക്ക് കാര്യങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് കോളർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിക്ക് ലൈനിങ് പീസ് തികയാണ്ട് വന്നിട്ടുണ്ടായിന്. അത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അല്ല, ലോങ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം നമ്മൾ ഇതുപോലെ പിന്നെ ചെയ്തതിന് ശേഷം ക്യാൻവാസിൻ്റെ മുകളിലേക്ക് കൂടിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് പറയാൻ കാരണം എൻ്റെ എല്ലാ ക്ലോത്തും തിന്നായത് കൊണ്ട് എനിക്കത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് കട്ടി കൂടിയ ക്ലോത്തിലാണ് ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്യാൻവാസിൻ്റെ എന്താ പറയുക 1/4 ഇഞ്ച് താഴോട്ടേക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ. നെക്ക് പോർഷനിൽ നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതും ചെയ്യാറുള്ളത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആ ഒരു നെക്ക് പോർഷൻ്റെ ആയ ഉൾഭാഗമില്ലേ അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമ്മൾ ഇതേപോലെ ഈ ഞാൻ കൈ കൊണ്ട് കാണിക്കുന്ന ആ ഒരു ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. എന്നിട്ട് ഇതെല്ലാം ക്ലോത്ത് കാര്യങ്ങളിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റുക. കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. എന്നാൽ നമ്മൾ തിരിച്ചിടുമ്പോൾ അവിടെ ഒരു തിക്നെസ്സോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ കട്ട് ഇട്ട് കൊടുക്കുക. എന്നാലും നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ കോളർ കിട്ടത്തുള്ളൂ കേട്ടോ. സ്റ്റിച്ചിങ് എവിടെല്ലാണോ കൊടുത്തിട്ടുണ്ടായത് ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഓരോരോ ഞൊറിയിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു കോട്ടൺ ലൈനിങ് മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ബാക്കി 2 പീസ് നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് വരേണ്ടത്. അതായത് നമ്മൾ കോളറൊക്കെ ലൈനിങ് ഇട്ട് കൊടുത്ത ആ ഒരു പീസും, അതായത് ക്യാൻവാസിന് ലൈനിങ് ഇട്ട് കൊടുത്ത ആ ഒരു പീസും മെയിൻ ക്ലോത്തും അത് ഫ്രണ്ട് പോർഷനിലേക്ക് വരേണ്ട നല്ല ഭാഗങ്ങളാണ്. അപ്പം ബാക്ക് ഭാഗത്ത് വരേണ്ടത് ആ ഒരു ലൈനിങ് ഭാഗം മാത്രമേ ബാക്ക് ഭാഗത്തേക്ക് വരാനുള്ളത്. ക്ലോത്ത് ഒക്കെ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ എഡ്ജ് ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കത്രികനെ കൊണ്ടോ സ്ക്രൂ ഡ്രൈവറോ കൊണ്ടോ ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്യുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് കൂടി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതൊന്ന് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കോളർ ഏകദേശം നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിന്. അതിന് ഇതിപ്പോൾ നമ്മൾ നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യാനാണ്. അത് നെക്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും ഈ കോളറിൻ്റെ സെൻറ്റർ ഭാഗവും ഒരേപോലെ കറക്റ്റായി വരുന്ന രീതിയിൽ ഒരു സൂചി കൊണ്ട് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ ബാക്ക് ഭാഗത്തെ കൂടിയാണ് സ്റ്റാർട്ടിങ്ങിൽ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. എല്ലാ കോളറും ഞാൻ എപ്പം പറയുന്നത് പോലെ തന്നെ സൈഡ് ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. എല്ലാ കോളറും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ബാക്ക് ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ടാകുമ്പം വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് ആ ഒരു സെൻറ്റർ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സൈഡ് അവസാനിപ്പിക്കുക. എന്നിട്ടാകുമ്പോൾ വീണ്ടും സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് അപ്പുറത്തെ സൈഡ് അവസാനിപ്പിക്കുക. അങ്ങനെയും ചെയ്താലും മതി കേട്ടോ. നെക്ക് പോർഷൻ കംപ്ലീറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉൾഭാഗത്ത് ഒരു പൈപ്പിംഗ് കൊടുക്കാനുണ്ട്. അതായത് നമ്മൾ എന്താ പറയുക ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളിലും കാണുന്നതിന് വേണ്ടിക്ക് ഒന്ന് പെർഫെക്റ്റ് ലുക്കിൽ നമുക്ക് ഈ ഒരു കളർ തന്നെ മാറ്റി കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്രോസ് പീസിലൊന്ന് ഒരു ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നെക്കിൻ്റെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് തന്നെ, അതായത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ നെക്ക് കോളർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിട്ടില്ല അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നല്ല ഭാഗത്ത് തന്നെ ഈ ഒരു ചെറിയൊരു എന്താ പറയുക 1 ഇഞ്ച് 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഉള്ള ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോളർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതിന് അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ സിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ഒന്ന് ഉള്ളിലോട്ടേക്ക് ഈ ഒരു സ്ട്രിപ്പ് ഫസ്റ്റ് ഉൾഭാഗത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റിയതിന് ശേഷം ലാസ്റ്റ് എൻഡിൽ നമ്മൾ ജിബ് എത്തൂലേ അവിടെ എത്തുമ്പോഴും ആ ഒരു സ്ട്രിപ്പിൻ്റെ എൻഡ് ജിബിൻ്റെ അടിഭാഗത്തേക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കുക. കാരണം അത് ഫോൾഡ് ചെയ്യുന്നത് നമുക്ക് അവിടെ ഉള്ളിലോട്ടേക്ക് ഒന്നും കൂടി ഫോൾഡ് ആകുമ്പോൾ അതൊരു ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 സൈഡിലും നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്.
ഈ ഒരു നെക്ക് പോർഷന്റെ ഫ്രണ്ടിൽ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു കോളറിന്റെ പെർഫെക്ഷൻ ലുക്ക് എനിക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എൻഡ് ഭാഗം ഉണ്ടാവില്ലേ, സിബിന്റെ ആ ഒരു ഭാഗത്ത് ഫോൾഡ് ചെയ്തത് അത് നിവർത്തി പിടിച്ചിട്ട് നമ്മൾ സിബിന്റെ ലെങ്ത് കറക്റ്റ്, അതായത് കോളറിന്റെ അടുത്ത് കറക്റ്റ് തന്നെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുപോലെ വെച്ച് നോക്കാനുണ്ട് കേട്ടോ. എന്നിട്ടാകുമ്പം നമ്മൾ ആ ഒരു സ്ട്രിപ്പ് എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ആ നൂലും കാര്യങ്ങളും എല്ലാം ആ സ്പോട്ടിൽ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷിങ്ങിൽ എത്തുമ്പോൾ നമുക്കൊന്നും കട്ട് ചെയ്യേണ്ടി വരില്ല കേട്ടോ. എന്നിട്ടാകുമ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റ് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ ഒരു പൈപ്പിങ് ഒന്ന് ഫോൾഡ് ചെയ്യുക, അതായത് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത ആ ഒരു പീസ് ഉണ്ടാവില്ലേ, അതിന് കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താലും മതി കേട്ടോ. അതായത് നമ്മൾ മെയിൻ കോളറയും ഈ ഒരു പൈപ്പിങ്ങും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസ് മാത്രം ഉണ്ടാവില്ലേ, അതിനെ ഒന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പിങ് വെച്ചത്. ഓക്കെ, അത് മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്യേണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കൊടുത്തിട്ടുണ്ടായിട്ടില്ലേ, ആ ഒരു ഭാഗത്ത് മാത്രമേ ഒരു സ്റ്റിച്ചിങ് വരാൻ പാടുള്ളൂ. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഉൾഭാഗത്ത് ആ ഒരു ബാക്കി പീസ് കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. അതെല്ലാം വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ ഈ ഒരു പെർഫെക്ഷൻ ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലെ ക്ലോത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് എടുക്കാനുണ്ട്. ഓക്കെ, ആ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു പൈപ്പിങ് ജസ്റ്റ് ഒന്ന് നമ്മൾ നെക്കിന്റെ താഴോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ചിങ് നമ്മൾ കൊടുക്കേണ്ടത് ഫ്രണ്ട് ഭാഗത്തെ കൂടിയാണ് ആ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ കറക്റ്റ് നമുക്ക് ആ ഒരു മെഷർമെന്റ് എങ്ങനെയാ കിട്ടാന്ന് വെച്ചാൽ നമ്മളെ ഫൂട്ടിന്റെ ആ ഒരു സൈഡിലെ ഒരു വീതി ഉണ്ടാവില്ലേ, അത്ര ഈ ഒരു പൈപ്പിങ് വരും. അപ്പൊ ആ ഒരു ഫൂട്ടിന്റെ കറക്റ്റ് ലെവലിൽ തന്നെ നമ്മളത് എന്താ പറയാ സ്റ്റിച്ച് ചെയ്തിട്ട് പോയാൽ മതി. അപ്പൊ താഴ്ഭാഗത്ത് കറക്റ്റ് സ്റ്റിച്ചിങ് തന്നെ വരും. അപ്പുറം ഇപ്പുറം ഒന്നും ആവില്ല കേട്ടോ. നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ചെയ്താലൊന്നും കിട്ടില്ല, എന്നാലും 2-3 പ്രാവശ്യം ഏതൊരു കാര്യങ്ങളും നമ്മൾ സ്റ്റിച്ചിങ്ങിൽ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ അതിന്റെ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഫസ്റ്റ് തന്നെ എനിക്ക് ആവുന്നില്ല എന്ന് പറയരുത് ആരും. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിന്. ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഒരു രീതിക്കാണ്. പക്ഷെ ഈ ഒരു രീതിയല്ല കേട്ടോ ഇതിന്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് അതിന്റെ മേൽഭാഗത്ത് കുറച്ച് വർക്കും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു ഫ്രോക്ക് കംപ്ലീറ്റ് ലുക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിക്കുക, ഈ ഒരു എന്താ പറയാ ഈ ഒരു നെക്കിന്റെ ആ ഒരു പൈപ്പിംഗ് എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ടെന്നും അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. അപ്പൊ അത് നമ്മൾ സിബും കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയോന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തുന്നയിച്ചതിന് ശേഷം ആ ഒരു സിബിന്റെ ലെങ്ത്തിൽ ചിലപ്പം ഒരു സിബിന്റെ ഒരു സൈഡ് ലെങ്ത് കൂടിയിട്ടുണ്ടാവും, മറ്റേ സൈഡ് ലെങ്ത് കുറഞ്ഞിട്ടുണ്ടാവും. അതെനിക്കും വരാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അതെല്ലാം ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാൻ, ജസ്റ്റ് ആ ഒരു സൈഡിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പൊ ഫൈനലി നമ്മൾ ഈ ഒരു കോളറിന്റെ എന്താ പറയാ ലുക്ക് വന്നിട്ടുണ്ടായത് ഇതുപോലെയാണ്. നല്ല പഫ് സ്ലീവാണ് ഇതിന് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ടായത്. ഈ ഒരു പഫ് സ്ലീവിന്റെ കട്ടിങ് വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിന്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. അപ്പം നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതിന്റെ ഫൈനൽ റിസൾട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും ഉൾപ്പെടുത്തട്ടോ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇതുപോലെയുള്ള നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് വീണ്ടും വരും. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.